രണ്ട് ദിനവൃത്താന്തം അധ്യായം 22. യെരൂശലേം നിവാസികൾ അവൻ്റെ ഇളയ മകനായ അഹസ്യാവെ അവനു പകരം രാജാവാക്കി. അറബികളോടുകൂടെ പാളയത്തിൽ വന്ന പടക്കൂട്ടം മൂത്തവരെയൊക്കെയും കൊന്നുകളഞ്ഞിരുന്നു. ഇങ്ങനെ യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അഥല്യ എന്നു പേർ. അവൾ ഒമ്രിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗൃഹത്തിൻ്റെ വഴികളിൽ നടന്നു. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവൻ്റെ അമ്മ അവന് ആലോചനക്കാരത്തി ആയിരുന്നു. അതുകൊണ്ട് അവൻ ആഹാബ് ഗൃഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ അവൻ്റെ അപ്പൻ മരിച്ച ശേഷം അവൻ്റെ നാശത്തിനായി അവൻ്റെ ആലോചനക്കാരായിരുന്നു. അവരുടെ ആലോചന പോലെ അവൻ നടന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകൻ യോരാമിനോട് കൂടെ അവൻ ഗിലെയാദിലെ രാമോത്തിൽ അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിനു പോയി. എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമായിൽ വച്ച് ഏറ്റ മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രയേലിൽ മടങ്ങിപ്പോയി. യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അസര്യാവ് ആഹാബിൻ്റെ മകനായ യോരാം ദീനമായി കിടക്കുകയാൽ അവനെ കാണുവാൻ ഇസ്രായേലിൽ ചെന്നു. യോരാമിൻ്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗൃഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംഷിയുടെ മകനായ യേഹുവിൻ്റെ നേരെ അവൻ യഹോരാമിനോട് കൂടെ പുറപ്പെട്ടു. യേഹു ആഹാബ് ഗൃഹത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹൂദ പ്രഭുക്കന്മാരെയും അഹസ്യാവിന് ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ട് അവരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു. അവൻ ശമര്യയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ അവനെ പിടിച്ച് യേഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച യഹോശാഫാത്തിൻ്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു. ഇങ്ങനെ അഹസ്യാവിൻ്റെ ഗൃഹത്തിൽ ആർക്കും രാജത്വം വഹിപ്പാൻ ശക്തിയില്ലാതെയിരുന്നു. അഹസ്യാവിൻ്റെ അമ്മയായ അഥല്യ തൻ്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദാ ഗൃഹത്തിലെ രാജസന്തതിയെയൊക്കെയും നശിപ്പിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോശബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിൻ്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവൻ്റെ ധാത്രിയെയും ഒരു ശയനഗൃഹത്തിലാക്കി. ഇങ്ങനെ യഹോരാം രാജാവിൻ്റെ മകളും യഹോയാദാ പുരോഹിതൻ്റെ ഭാര്യയുമായ യഹോശബത്ത്, അവൾ അഹസ്യാവിൻ്റെ സഹോദരിയല്ലോ, അഥല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു. അവൻ അവരോടുകൂടെ 6 സംവത്സരം ദൈവാലയത്തിൽ ഒളിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു.